എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബിഗ് ക്യൂ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു ലൈവ് ക്വിസ് ഇവൻ്റ് ആണ്. നിങ്ങൾ ഉത്തരങ്ങൾ ലൈവായി തന്നെ കമൻറ്റ് ചെയ്യാം, ചാറ്റ് ബോക്സിലിടാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. നമ്മൾ ഹിരോഷിമയിൽ തന്നെ ഒരു ഓൺലൈൻ ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 7 വൈകുന്നേരം 5 മണിക്കായിരിക്കും ക്വിസ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്ക് ബിഗ് ക്യൂ ചാനൽ സന്ദർശിക്കുക. ക്യാഷ് പ്രൈസൊക്കെയാണ് സമ്മാനമായി നൽകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുക. എക്സൽ മാസ്റ്റർ, വിദ്യാരംഗം യൂട്യൂബ് ചാനലുകളാണ് നടത്തുന്നത്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബിഗ് ക്യൂ ക്യൂസ് വേൾഡ് ക്യൂസ് യൂട്യൂബ് ചാനലുകൾ ഓൺലൈൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. കൂട്ടുകാർ ഇതിലും പങ്കെടുക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചോദ്യം: ഹിരോഷിമയിലെ അണുബോംബ് വികിരണം കാരണം അർബുദം ബാധിച്ച് മരിച്ച പെൺകുട്ടി. ഓപ്ഷൻസ്: സഡാക്കോ സസാക്കി, തുഡാക്കോ സസാക്കി, സഡാക്കോ സസാക്കി. ഉത്തരമെന്ന് പറയുന്നത് സഡാക്കോ സസാക്കി. വളരെ സിമ്പിളായൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം: ഹിരോഷിമയിൽ ആറ്റം ബോംബ് വീണ സമയം. ഓപ്ഷൻസ്: 11:02 AM, 8:15 AM, 1:02 AM. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി, 8:15 AM, രാവിലെയാണ് വീണത്. ചോദ്യം: നാഗസാക്കിയിൽ ആറ്റം ബോംബ് വീണ സമയം. ഓപ്ഷൻസ്: 11:02 AM, 1:02 AM, 8:15 AM. നാഗസാക്കിയിൽ 9-ാം തീയതിയാണ് വീണത്, ഓഗസ്റ്റ് 9. ഉത്തരം നമ്മുടെ ടൈമറോട് ആരംഭിച്ചു. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, 11:02 AM. 11:02 AM. ചോദ്യം: ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ ആരായിരുന്നു ജപ്പാൻ പ്രസിഡന്റ്? ഓപ്ഷൻസ്: ഹിബു, ഷിയാം, ടോജോ. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബ് വർഷിക്കുമ്പോൾ ആരായിരുന്നു ജപ്പാൻ പ്രസിഡന്റ്? ഉത്തരം ടോജോ. ഉത്തരം ടോജോ, ഓപ്ഷൻ സി. നിങ്ങൾ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചോദ്യം: ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ഓപ്ഷൻസ്: പൊക്രാൻ, ഷിയാം, സിയാച്ചിൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, പൊക്രാൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം പൊക്രാൻ. ചോദ്യം: പൊക്രാനിൽ ആദ്യ അണുപരീക്ഷണം നടന്ന വർഷം. ഓപ്ഷൻസ്: 1995, 1974, 1970. ആദ്യ അണുപരീക്ഷണം നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി, 1974. അടുത്ത ചോദ്യം: ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ, ഹോമി ജെ ബാബ. അടുത്ത ചോദ്യം: ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. കൂട്ടുകാർ ചോദ്യം തെറ്റിക്കരുത്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ സി, രാജാ രാമണ്ണ. രാജാ രാമണ്ണ. അടുത്ത ചോദ്യം: ആറ്റം ബോംബിൻ്റെ പിതാവ്. ആറ്റം ബോംബ് തന്നെയാണ് അണുബോംബ്, അണുബോംബ് തന്നെയാണ് ആറ്റം ബോംബ്. ചോദ്യം: ആറ്റം ബോംബിൻ്റെ പിതാവ്. ഓപ്ഷൻസ്: ഹോമി ജെ ബാബ, ഓപ്പൺഹൈമർ, രാജാ രാമണ്ണ.
ഉത്തരമെന്ന് പറയുന്നത് ഓപ്പൺ ഹേമർ. ഓപ്പൺ ഹേമർ. ചോദ്യം: ഹിരോഷിമയിലും നാഗസാക്കിയിലും വീണ അണുബോംബിൽ ഏത് പ്രക്രിയയാണ് നടക്കുന്നത്? ഏത് പ്രക്രിയ? റിയാക്ഷൻ. ഓപ്ഷൻസ്: ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ പവർ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫിഷനും ഫ്യൂഷനും വെവ്വേറെയാണ്, കുട്ടികൾ തെറ്റിക്കരുത്. ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ന്യൂക്ലിയർ ഫിഷൻ. കൂട്ടുകാർക്ക് ലഭിച്ച മാർക്ക് നിങ്ങളുടെ പേര് സഹിതം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.